ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ലേണിംഗ് ആപ്പിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. വിജയം ഒരു ഭാഗ്യമല്ല, നമ്മെ തേടിയെത്തുന്ന വിരുന്നുകാരനുമല്ല. തളരാത്ത ആത്മബലവും തകരാത്ത നിശ്ചയദാർഢ്യവും നിലയ്ക്കാത്ത പരിശ്രമവുമായി നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഒരു സൗഭാഗ്യമാണ്. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു മാസ്റ്റർ മൈൻഡ് ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. വിവിധ പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം ബോധ്യമാകും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഏത് യോഗ്യതയുള്ള മത്സര പരീക്ഷകളിലും വളരെ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണെന്ന്. അതുകൊണ്ട് തന്നെ ഉന്നത വിജയം നേടുന്നതിന് ഭരണഘടനയെക്കുറിച്ചുള്ള അറിവ് നിർബന്ധമാണ്. നമുക്ക് ഫ്രം ദി വെരി ബിഗിനിങ്, തുടക്കം മുതൽ തന്നെ ഭരണഘടന ഭംഗിയായി പഠിച്ചു പോകാം. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ഒരു യാത്ര ആരംഭിക്കുന്നു. മാസ്റ്റർ മൈൻഡിൻ്റെ ഒരു വിജയയാത്ര നമുക്കൊരുമിച്ച് ആരംഭിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യത്തെ ടോപ്പിക്ക് നിങ്ങൾ സിലബസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ബേസിക് ടോപ്പിക് ആണെങ്കിലും ഈ ഏരിയയിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ വരിക പതിവാണ്. അതുകൊണ്ട് നമുക്ക് വിശദമായി തന്നെ ഈ ടോപ്പിക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു വിശാലമായ ടോപ്പിക് ആയതുകൊണ്ട് പല വീഡിയോ ക്ലാസ്സുകളിലായിട്ടാണ്, 1-2 വീഡിയോ ക്ലാസ്സുകളിലായിട്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയെന്നും ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് രൂപീകരിക്കപ്പെട്ടെന്നും അതിൻ്റെ ആദ്യ സമ്മേളനമെന്നും തുടങ്ങിയ കുറേ ഡേറ്റുകൾ പഠിക്കും. അതുമായി ബന്ധപ്പെട്ട കുറേ വ്യക്തികളുടെ പേര് പഠിക്കും. അതാണ് ആദ്യ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സഭയാണ്. അപ്പോൾ ഒരു ചോദ്യം ആദ്യമേ മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആര് അഥവാ ഏത് പ്രസ്ഥാനം? ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരു ചോദ്യവും കൂടെ അതിനു മുമ്പ് നിങ്ങൾ പഠിക്കുക. എന്താണ് ഭരണഘടന? ആദ്യം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എന്താണ് ഭരണഘടന? വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നിയമസംഹിതയാണ് ഭരണഘടന. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നിയമസംഹിത, അതായത് ഒരു രാജ്യം ഭരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന നിയമസംഹിത. Constitution may be defined as fundamental principles according to which a state is governed. കണ്ടോ, ഒരു സ്റ്റേറ്റ് ഗവേൺ ചെയ്യുന്ന, സ്റ്റേറ്റ് മീൻസ് രാഷ്ട്രം, ഒരു രാഷ്ട്രം ഭരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന. നിങ്ങൾക്കറിയാം, മിക്കവാറുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോകരാഷ്ട്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം ഭരിക്കപ്പെടുന്നത് അവരുടേതായ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലേ? ആ ഭരണഘടന ചിലപ്പോൾ റിട്ടൺ ആകാം, അൺറിട്ടൺ ആകാം. ഇന്ത്യയെപ്പോലെ അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണുള്ളത്, ലിഖിത ഭരണഘടനയാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഇനി ബ്രിട്ടനെ പോലെയുള്ള പല രാജ്യങ്ങൾക്കും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ റിട്ടൺ അല്ല, പക്ഷേ അവരുടെ ആചാരക്രമം അനുസരിച്ച്, കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പോകുന്ന ഭരണഘടനയാണ്. എന്തായാലും ശരി, രാജ്യം ഭരണം നടത്തുന്നത് അതിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പം ഭരണഘടന എന്ന് പറഞ്ഞാൽ ബേസിക് ലോ ഓഫ് ലാൻഡ് പഠിക്കണം. ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിത, ബേസിക് ലോ ഓഫ് ലാൻഡ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു എഴുതപ്പെട്ട നിയമസംഹിത ഉണ്ടായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയുടെ പേരെന്താണ്? ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഹമ്മുറാബീസ് കോഡ്. കിടപ്പുണ്ട്, ഹമ്മുറാബീസ് കോഡ്. വ്യക്തതയോടെ മനസ്സിലാക്കണം.
ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഹമ്മുറാബീസ് കോഡ്. ആ ഹമ്മുറാബീസ് കോഡ് പേര് കേൾക്കുമ്പോഴേ അറിയാം, കോഡ് മീൻസ് ലോ എന്നുള്ള അർത്ഥം. ഹമ്മുറാബീസ് കോഡ്. അപ്പം ലോകത്തിലെ ആദ്യത്തെ നിയമജ്ഞനാര് എന്ന് ചോദിച്ചാൽ ഹമ്മുറാബീസ് കോഡ് തയ്യാറാക്കിയ വ്യക്തി ആയിരിക്കണമല്ലോ. പുരാതന ബാബിലോണിലെ ഒരു ചക്രവർത്തിയായ ഹമ്മുറാബിയാണ് ഈ നിയമസംഹിത തയ്യാറാക്കിയത്. അതുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ നിയമജ്ഞനാര് എന്ന് ചോദിച്ചാൽ അത് ഹമ്മുറാബി. 2 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത, ഭരണഘടനയൊക്കെ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഹമ്മുറാബീസ് കോഡ്. ഹമ്മുറാബീസ് കോഡ് എഴുതിയ ഹമ്മുറാബിയാണ് ലോകത്തിലെ ആദ്യത്തെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഈ നിയമസംഹിത ഇന്ന് നിലവിലില്ല. ഇത് നമ്മുടെ ആധുനിക സമൂഹത്തിൽ തികച്ചും അപ്രസക്തമാണ്. എന്തുകൊണ്ട്? ആ നിയമസംഹിതയ്ക്ക് ഇന്ന് നിലനിൽപ്പേയില്ല. കാരണം അത് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അങ്ങനെ ഒരു കാട്ടുനീതിയായിരുന്നു ആ നിയമസംഹിതയിൽ പ്രതിപാദിച്ചിരുന്നത്. അതുകൊണ്ട് ആ നിയമസംഹിത ഇന്നില്ല. എങ്കിലും പഠിച്ചു വെച്ചോളുക, ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിത ഹമ്മുറാബീസ് കോഡ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നിയമജ്ഞൻ ഹമ്മുറാബി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഏത്? ഇന്ത്യൻ ഭരണഘടനയൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബേസിക് ലോ എന്ന് പറയുന്നത്. കോടതി വ്യവഹാരങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. എന്നാൽ പ്രാചീന ഇന്ത്യയിൽ കോടതി വ്യവഹാരങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു നിയമസംഹിതയുണ്ട്. അതാണ് ഇന്ത്യയിൽ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത. അത് മനുസ്മൃതിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് മനുസ്മൃതി. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഹമ്മുറാബീസ് കോഡാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത മനുസ്മൃതി. അപ്പോൾ മനു എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയത്. മനസ്സിലാവുന്നല്ലോ? മനുസ്മൃതിയുടെ കർത്താവായ മനുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് മനുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ മനു ആണ്. വ്യക്തമായി പഠിക്കണം. ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ? മനു ആണ്. മനു മനു നോക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ നിയമജ്ഞൻ ആരാണ്? മനു. മനു. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ചോദ്യം ഇവിടെ സ്വാഭാവികമായിട്ട് ചോദിക്കാനുണ്ട്. ഈ മനു എഴുതിയ മനുസ്മൃതിയിൽ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പരസ്യമായി തീ കൊളുത്തിയതാര്? പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചുള്ള ചോദ്യമാണ്. മനുസ്മൃതി തീ കൊളുത്തിയതാര്? മറ്റാരുമല്ല, ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. മനുസ്മൃതി തീ കൊളുത്തിയത് ഡോക്ടർ BR അംബേദ്കർ. എന്തിനാണ് അദ്ദേഹം മനുസ്മൃതി തീ കൊളുത്തിയത്? അത് കൊളുത്തപ്പെടേണ്ട ഗ്രന്ഥം തന്നെയാണ്, അല്ലേ? കാലത്തെ പുറകോട്ടടിക്കുന്ന, ഇത്രയും സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന, ചാതുർവർണ്ണ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു കൃതി വേറെ ഇല്ല. അതുകൊണ്ട് അംബേദ്കർ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് മനുസ്മൃതി തീ കൊളുത്തിയിട്ട് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൈകളിൽ എത്രയും പെട്ടെന്ന് തുല്യനീതി ഉറപ്പുവരുത്തുന്ന, യാതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഇല്ലാത്ത, മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടന, ഒരു നിയമസംഹിത എത്തിച്ചേരും. സുഹൃത്തുക്കളെ, ആ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പം മനുസ്മൃതി തീ കൊളുത്തിയതാര്? ഡോക്ടർ BR അംബേദ്കർ. എന്തിനാണ് തീ കൊളുത്തിയത്? ഞാൻ പറഞ്ഞു, അത് കാലത്തെ പുറകോട്ട് നയിക്കുന്ന, സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ട് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. മനുസ്മൃതിയിലെ ആപ്തവാക്യമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നല്ല, വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിതാ രക്ഷത് കൗമാരെ ഭർത്താ രക്ഷത് യൗവനെ രക്ഷന്ത വാർത്തകേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. കുഞ്ഞുനാളിൽ പിതാവും യുവതിയാകുമ്പോൾ ഭർത്താവും വാർദ്ധക്യം ബാധിക്കുമ്പോൾ മകനും പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം സ്ത്രീകൾ. അല്ലാതെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊരു സ്വാതന്ത്ര്യമില്ല. എങ്ങനെ കത്തിക്കാതിരിക്കുമല്ലേ?
അംബേദ്കർ മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ ഫെമിനിസ്റ്റുകളൊക്കെ വലിച്ചു കീർത്തി എത്തിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. സ്ത്രീയെ അപമാനിക്കുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, മനുസ്മൃതി തീ കൊളുത്തിയത് ആര്? ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ BR അംബേദ്കർ. എന്നിട്ട് ആ സ്ഥാനത്ത് അദ്ദേഹം വാഗ്ദാനം ചെയ്തു, ഒരു ഭരണഘടന വരും. ആ ഭരണഘടന ആ സ്ഥാനത്തേക്ക് എത്തി. അതുകൊണ്ട് അംബേദ്കർ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, ആധുനിക മനു, മോഡേൺ മനു, ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, ഡോക്ടർ BR അംബേദ്കർ. ആധുനിക മനു എന്നറിയപ്പെടുന്ന ആര്? ഹു ഈസ് നോൺ ആസ് മോഡേൺ മനു? Who is the architect of Indian Constitution? Who is the father of Indian Constitution? ഇതെല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് തന്നെയാണ്, ഡോക്ടർ BR അംബേദ്കർ. ക്ലിയർ അല്ലേ? വ്യക്തതയില്ലേ? ഇത്രയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടന എന്ന് നമ്മൾ പഠിച്ചു. ഭരണഘടനയ്ക്ക് മുമ്പ് ലോകത്ത് നിലനിന്നിരുന്ന ഒരു നിയമസംഹിതയെക്കുറിച്ചും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു നിയമസംഹിതയെയും കുറിച്ച് പറഞ്ഞു. അത് മാറ്റിക്കൊണ്ട് ഭരണഘടന വന്ന കാര്യവും നമ്മൾ പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞു പോയാൽ പോരാ, വിശാലമായി നമ്മൾ ഭരണഘടന തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോവുകയാണ്. നോക്കാം നമുക്ക്. ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി, ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക്. ഇത് മുതൽ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭ തുടങ്ങുമ്പോൾ ഞാനൊരു ചോദ്യത്തിൽ തുടങ്ങുകയാണ്. ഇന്ത്യക്കൊരു ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തിയാര്? The idea of Indian Constitution or Constituent Assembly was introduced for the first time in India. ആരാണ്? M.N. റോയ്. മറക്കേ അരുത്. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തിയുടെ പേരാണ് M.N. റോയ്. M.N. റോയിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് M.N. റോയ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ നോട്ടായി കൊടുത്തിട്ടുണ്ട്. ഭംഗിയായി പഠിക്കണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം പഠിക്കുക, നിർബന്ധമായി പഠിക്കുക. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആര്? ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ M.N. റോയ്. തെറ്റൂലല്ലോ? ഇനി M.N. റോയ്, M.N. റോയ്, മാനവേന്ദ്രനാഥ് റോയ്. പൂർണ്ണമായ പേരെന്താണ്? മാനവേന്ദ്രനാഥ് റോയ് എന്നാണ്. ഇനി ഇദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആരാണ്? M.N. റോയ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു M.N. റോയ്. അങ്ങനെയാണ് എങ്കിൽ M.N. റോയ് ഏത് പ്രസിദ്ധീകരണത്തിലൂടെയാണ് തൻ്റെ ആശയം മുന്നോട്ട് വച്ചത്? ഭരണഘടന എന്ന ആശയം അദ്ദേഹം ആദ്യമായി അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പത്രമുണ്ടായിരുന്നു, ഇന്ത്യൻ പാട്രിയോട്ട് എന്നാണ് ആ പത്രത്തിൻ്റെ പേര്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏത് പത്രത്തിലൂടെയാണ് M.N. റോയ് ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്? ഇന്ത്യൻ പാട്രിയോട്ട്. രണ്ട് ചോദ്യങ്ങളായി. ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആര്? M.N. റോയ്. ഭരണഘടനയെന്നോ ഭരണഘടനാ നിർമ്മാണ സഭ എന്നോ ചോദിച്ചാൽ ഉത്തരം ഒന്ന് തന്നെയാണ്. ഏത് പത്രത്തിലൂടെയാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെച്ചത്? അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഇങ്ങനൊരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ഞാൻ പറഞ്ഞു, മാനവേന്ദ്രനാഥ് റോയ്. M.N. റോയ്, മാനവേന്ദ്രനാഥ് റോയ്, ഒരു ബംഗാളി റവല്യൂഷണറി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പഴയകാല പേര്, യഥാർത്ഥ പേര് നരേന്ദ്രനാഥ ഭട്ടാചാര്യ എന്നായിരുന്നു. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. വലിയ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളല്ല ഈ പറഞ്ഞതൊക്കെ, ഒന്ന് വായിച്ചു വിട്ടേക്കുക. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത രണ്ട് ചോദ്യങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആര്? M.N. റോയ്. ഒരു പ്രധാന ചോദ്യം. ഇനി ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം M.N. റോയ് അവതരിപ്പിച്ചത് ഏത് പത്രത്തിലൂടെയാണ്? ഇന്ത്യൻ പാട്രിയോട്ട്. ഇത് മറക്കൂലല്ലോ. ഇനി ഇതും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ M.N. റോയ്. വേറെ ആളുകളുണ്ടെങ്കിലും സ്ഥാപകരിൽ പ്രമുഖ പങ്ക് വഹിച്ച വ്യക്തിയാണ് M.N. റോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല,
ഇദ്ദേഹം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം രൂപീകരിച്ച ചില പാർട്ടികളുണ്ട്. അത് നമ്മൾ അതിലേക്ക് വരാം. അതിനു മുന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാര്? എം.എൻ. റോയ്. ഇത് മറക്കാതെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ശില്പിയാർ? ഹു ഈസ് ദി ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ശില്പി എം.എൻ. റോയ്. അപ്പോൾ എം.എൻ. റോയിയെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് എം.എൻ. റോയ്. ഏത് പത്രത്തിലൂടെ? ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെ. ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ശില്പിയാര്? എം.എൻ. റോയ്. ഇത് മൂന്നും പ്രീവിയസ് ചോദ്യങ്ങളാണ്, ആവർത്തിക്കപ്പെടുന്ന ചോദ്യമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ്? എം.എൻ. റോയ്. ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചുകൊള്ളുക. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച കുറച്ച് പാർട്ടികളുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി, RDP എന്ന് പറയും. രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെയാണ് അദ്ദേഹം RDPക്ക് രൂപം നൽകുന്നത്. ഡെമോക്രാറ്റിക് എന്താണ്? റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഈ മൂന്ന് പാർട്ടിയുടെ പേരൂടെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി, RDP. ഈ റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു മുഖപത്രമുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതുകൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. RDPയുടെ മുഖപത്രം വാൻഗാർഡ്. മുഖപത്രം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ആശയപ്രചരണത്തിനായിട്ട് ഉള്ള പ്രസിദ്ധീകരണം. ഇപ്പം നിങ്ങൾ SNDP എടുത്തു കഴിഞ്ഞാൽ എന്താണ്? യോഗനാഥം. NSS എടുത്തു കഴിഞ്ഞാൽ സർവീസ്. നമ്മുടെ സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ സാധുജന പരിപാലിനി എന്നൊരു മുഖപത്രം ഉണ്ടായിരുന്നു. അതായത് അതാത് സംഘടനയുടെ ആശയപ്രചരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രസിദ്ധീകരണത്തിനാണ് മുഖപത്രം എന്ന് പറയുന്നത്. അപ്പോൾ RDP റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു മുഖപത്രം ഉണ്ടായിരുന്നു, വാൻഗാർഡ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, മറക്കാതിരിക്കുക. ഒരു ചോദ്യവും കൂടെ പറഞ്ഞ് നമുക്ക് എം.എൻ. റോയിയെ കുറിച്ച് അവസാനിപ്പിക്കാം തൽക്കാലം. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കൃതിയുണ്ട്, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്നാണ് ആ കൃതിയുടെ പേര്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. മറക്കരുത്. ഞാൻ എം.എൻ. റോയിയെക്കുറിച്ച് പറഞ്ഞ പ്രധാന പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന വിശ്വാസത്തോടുകൂടി ഞാൻ അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് നോക്കാം അടുത്തത്. ഇനി ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് എം.എൻ. റോയ് ആണെങ്കിൽ പരീക്ഷയ്ക്ക് വേറൊരു ചോദ്യം വരും. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യമുന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏത്? ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യമുന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യമുന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി. എന്നാണ് സ്വരാജ് പാർട്ടി നിലവിൽ വന്നത്? പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 1923 ജാനുവരി മാസം 1-ാം തീയതിയാണ് സ്വരാജ് പാർട്ടി നിലവിൽ വന്നത്. 1923 ജാനുവരി മാസം 1-ാം തീയതി സ്വരാജ് പാർട്ടി നിലവിൽ വരുന്നു. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി. ആദ്യ വ്യക്തി ആരാണ്? എം.എൻ. റോയ്. മറക്കരുത്. എങ്കിൽ ആ കാറ്റഗറിയിൽ ഒരു ചോദ്യവും കൂടെ പഠിച്ചിട്ട് നമുക്ക് തിരിച്ച് സ്വരാജ് പാർട്ടിയിലേക്ക് വരാം. അപ്പോൾ അത് മനസ്സിൽ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം അംഗീകരിച്ച ആദ്യ INC സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം എന്നാണ് നടന്നത്? 1937 ഫൈസ്പൂർ സമ്മേളനമാണ്. 36 അവസാനമാണ്, പക്ഷെ 37 എന്നൊക്കെയാണ് എല്ലായിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 36 ഡിസംബർ അവസാനമാണ് ഫൈസ്പൂർ സമ്മേളനം നടക്കുന്നത്. അതായത് നമ്മുടെ മഹാരാഷ്ട്രയിലെ ഫൈസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനമാണ് ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായിട്ട് അംഗീകരിക്കുന്നത്.
ആ ഫേസ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതും കൂടെ മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു 3 ചോദ്യങ്ങൾ, ഒരു കാറ്റഗറി ആയിട്ട് ഒരു 3 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം, അല്ലെങ്കിൽ ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി എം.എൻ. റോയ്. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം ഉന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം അംഗീകരിച്ച ആദ്യ INC സമ്മേളനം, കോൺഗ്രസ് സമ്മേളനം, ഫേസ്പൂർ സമ്മേളനം. ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടാവുമോ? 3 ചോദ്യങ്ങൾ. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. മനസ്സിലാകുന്നുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ തുടരുന്നത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും നമുക്കതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ക്ലാസ്സിൽ. ക്ലിയർ അല്ലേ? നോക്കൂ, ഇനി നിങ്ങൾ ഓർത്തോളുക, ആ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതായത് നോക്കൂ, ഇനി സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാരെല്ലാം 1923 നിലവിൽ വന്ന, ജാനുവരി 1 നിലവിൽ വന്ന സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ ദാ കിടപ്പുണ്ട്. ആരൊക്കെയാണ് സ്ഥാപക നേതാക്കൾ? ആരൊക്കെയാണ് സ്ഥാപക നേതാക്കൾ? ആരൊക്കെയാണ് ഒന്ന് പറയാമോ? സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ മോത്തിലാൽ നെഹ്റുവും CR ദാസും. മോത്തിലാൽ നെഹ്റു ആദ്യ സെക്രട്ടറി ആയിരുന്നു. CR ദാസ് ആദ്യ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ 2 ചോദ്യങ്ങളും കൂടെ പഠിക്കുക. ഇവിടെ ഈ അടുത്ത കാലത്ത് 2-3 പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാരെല്ലാം. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാരെല്ലാം. നമുക്കിവിടെ ഒരു വലിയ കുഴപ്പമുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിയാമോ? CR ദാസും നെഹ്റു എന്നേ പഠിക്കുകയുള്ളൂ. കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഓപ്ഷൻ കൊടുത്തിരുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാരെല്ലാം CR ദാസ്, മോത്തിലാൽ നെഹ്റു. അടുത്ത ഓപ്ഷൻ CR ദാസ്, ജവഹർലാൽ നെഹ്റു. പോയി. നമ്മളാകെ കുഴപ്പത്തിൽ ആവും. കാരണം നമുക്ക് നെഹ്റു ഒന്നേ അറിയാവൂ. അച്ഛൻ നെഹ്റു ആണോ മകൻ നെഹ്റു ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇവിടെ പഠിച്ചു വയ്ക്കുക, അച്ഛൻ നെഹ്റു ആണ്, മോത്തിലാൽ നെഹ്റു. 1923 ഓർക്കുക. അപ്പോൾ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ മോത്തിലാൽ നെഹ്റു, ആദ്യ സെക്രട്ടറിയും ചിത്തരഞ്ജൻ ദാസ്, CR ദാസ് ആദ്യത്തെ പ്രസിഡന്റുമായിട്ട് 2 സ്ഥാപക നേതാക്കൾ ഉണ്ടായിരുന്നു സ്വരാജ് പാർട്ടി. ഒരുപാട് തവണ ചോദിച്ചുള്ള ചോദ്യമാണ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരല്ല? മോത്തിലാൽ നെഹ്റുവും CR ദാസും. മോത്തിലാൽ നെഹ്റു ആദ്യ സെക്രട്ടറി, CR ദാസ് ആദ്യത്തെ പ്രസിഡന്റ്. മറക്കൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സ്വരാജ് പാർട്ടിയുടെ പഴയകാല പേരെന്താണ്? സ്വരാജ് പാർട്ടി നിലവിൽ വന്നപ്പോൾ അതിനൊരു നീണ്ട പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഖിലാഫത്ത്, കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്നായിരുന്നു. പിന്നീടാണത് ചുരുങ്ങി സ്വരാജ് പാർട്ടി എന്നറിയപ്പെട്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, സ്വരാജ് പാർട്ടിയുടെ ആദ്യകാല നാമം എന്തായിരുന്നു? എന്താണ്? കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. ഇനി നോക്കൂ, ഇനിയാണ് നമ്മൾ ഡേറ്റുകളിലേക്ക് പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ വിച്ച് ഡേ? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന് 1946 ഡിസംബർ 6 മറക്കരുത്. ഡേറ്റുകൾ ഇനി കൂടിക്കൂടി വരും, കൺഫ്യൂസ്ഡ് ആകരുത്. 1946 ഡിസംബറിൽ തന്നെ പല ഡേറ്റുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6 ആരുടെ ശുപാർശ പ്രകാരം? അടുത്ത ചോദ്യം. ഡാഷിൻ്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിലവിൽ വന്നത്. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം. ഇവിടെ വെച്ച് പഠിക്കണം. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. ക്യാബിനറ്റ് മിഷൻ. ഈ മിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്. മിഷൻ 2026 എന്നൊക്കെ കേട്ടിട്ടില്ലേ? ദൗത്യം. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യ സംഘമാണ്. ഇത് 1946 കാര്യമാണ് പറയുന്നത്. 1946 ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ബ്രിട്ടീഷ് മന്ത്രിസഭയിൽപ്പെട്ട 3 മന്ത്രിമാരടങ്ങുന്ന ഒരു ദൗത്യ സംഘത്തെ ബ്രിട്ടീഷ്
കാര്യം ഇങ്ങോട്ടേക്ക് അയക്കുകയാണ്. അതാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ വാസ് എ സ്പെഷ്യൽ മിഷൻ കൺസിസ്റ്റഡ് ഓഫ് 3 മിനിസ്റ്റേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ്. ബ്രിട്ടീഷ് മന്ത്രിസഭയിൽപ്പെട്ട 3 മന്ത്രിമാരടങ്ങുന്ന ഒരു പ്രത്യേക ദൗത്യ സംഘം ക്യാബിനറ്റ് മിഷൻ. അവരിവിടെ വന്ന അവരുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായത്, മറക്കാതിരിക്കുക. ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചതെന്ന് അടുത്ത ഡേറ്റ് ഇതാ വരുന്നു. ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ വിച്ച് ഡേ? എന്നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത്? ഇവിടെ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്, ചില ബുക്കുകളിലൊക്കെ കിടപ്പുണ്ട്. 1946 മാർച്ച് മാസം 24 ചില ബുക്കിൽ കിടപ്പുണ്ട്, മാർച്ച് 23 ചില ബുക്കിൽ കിടപ്പുണ്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട, രണ്ടും കൂടി പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അതിൻ്റെ അർത്ഥം രണ്ടും ശരിയെന്നാണ്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും അതെങ്ങനെ ശരിയാവും? ആദ്യമായിട്ട് 2 പ്രാവശ്യം വരാൻ പറ്റൂലല്ലോ, ആദ്യം വന്ന ദിവസമല്ലേ ചോദിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. 1946 മാർച്ച് 23 ഈ 3 അംഗ സംഘമായ ക്യാബിനറ്റ് മിഷൻ വരുന്നത് കറാച്ചിയിലാണ്. അതാണ് പ്രശ്നം. കറാച്ചി അന്ന് ഇന്ത്യയിലായിരുന്നു, ഇന്ന് പാകിസ്ഥാനിലാണ്. പിറ്റേ ദിവസം 24-ാം തീയതി അവർ ഡൽഹിയിലെത്തുന്നു. അപ്പോൾ ഡൽഹി പറയുന്നത് ഡൽഹി അന്നും ഇന്നും ഇന്ത്യയിലല്ലേ, അതുകൊണ്ട് ഡൽഹി പറയുന്നതാണ് നല്ലത്. ആയിക്കോട്ടെ, പക്ഷെ നമുക്കവരോട് ചോദിക്കാം, കറാച്ചി അന്ന് ഇന്ത്യയിലായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് പരിഗണിച്ചുകൂടെ? തീർച്ചയായിട്ടും പരിഗണിക്കാം. അപ്പോൾ 23 കൂടുതൽ കറക്റ്റ്. ഇനി PSC പലതവണ പല ആൻസർ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 23 24 പറയാം, രണ്ടും ശരിയാണ്, രണ്ടും കൂടി ഓപ്ഷനിൽ ഉണ്ടാകില്ല, ഉറപ്പ്. അപ്പം ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 മാർച്ച് 23 ഓർ 24. നിങ്ങൾ 23 എന്ന് തന്നെ പഠിച്ചു വെച്ചോളൂ. ക്ലിയർ ആയല്ലോ, മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്ത നോക്കൂ. ഇനി നമുക്ക് പറയാം, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് എന്നാണ് മാർച്ച് 23-ാം തീയതി അല്ലേ? മാർച്ച് 23-ാം തീയതി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് എന്ന് 1946 ഡിസംബർ 23-ാം തീയതി. മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഒരു 3 അംഗ സംഘമാണെന്ന് നിങ്ങൾക്കറിയാം. ആ 3 അംഗ സംഘം, ആ 3 അംഗങ്ങൾ ആരൊക്കെ? പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരാം, താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമാര്? കണ്ടോ, 3 പേരുടെ പേര് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും വേണമെങ്കിൽ, ഡിസ്ക്രിപ്റ്റീവ് മോഡലൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനു 3 പേരുടെ പേര് പഠിക്കുന്നു? ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരെല്ലാം എന്നൊരു ചോദ്യം വരില്ലല്ലോ, വരില്ല. പക്ഷെ വരുന്നത് എങ്ങനെ? താഴെ പറയുന്നതിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമാര് എന്നിട്ട് ഇതിലൊരാളുടെ പേരേ കാണുള്ളൂ. അപ്പോഴും നിങ്ങൾ എന്നോട് ചോദിക്കും, എന്നാൽ പിന്നെ ആ ഒരാളുടെ പേര് മാത്രം പഠിച്ചാൽ പോരെ? അത് ആ ഒരാൾ ആരാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഈ 3 പേരിൽ ആരും ആകാമല്ലോ. അപ്പോൾ 3 പേരെ അറിയണ്ടേ? ഇനി ഇതിനേക്കാളും അപകടകരമായ രീതിയിലുള്ള മറ്റൊരു ചോദ്യമുണ്ട്, നമ്മൾ കുടുങ്ങിപ്പോകുന്ന ചോദ്യം. താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തതാര്? നമ്മൾ കുടുങ്ങുന്നത് അവിടെയാണ്. നമുക്ക് വെപ്രാളമാണ്, അരവട്ടായിട്ടാണ് പരീക്ഷാ ഹാളിലൊക്കെ കയറുന്നത് തന്നെ. ഈ ചോദ്യപേപ്പർ കൈ കിട്ടുമ്പോൾ അത് മുക്കാലായി മാറും. അപ്പോഴാ ഒരു ചോദ്യം വരുന്നു, ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തതാര്? ആ വെപ്രാളത്തിൽ ക്യാബിനറ്റ് മിഷനും കാണും, അംഗവും കാണും, അല്ലാത്തത് വീട്ടിൽ വന്നും കാണും. ഇതാണ് നമ്മുടെ രീതി, മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് ക്വസ്റ്റ്യനൊക്കെ കൃത്യമായി വായിച്ച് ആൻസർ എഴുതാൻ ശീലിക്കുക ആദ്യം മുതലേ. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗമാര്, അംഗമല്ലാത്തതാര്? ഈ 2 രീതിയിലുള്ള ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ ആ 3 പേരുടെ പേര് പഠിച്ചല്ലേ പറ്റുള്ളൂ. ക്യാബിനറ്റ് മിഷനിലെ അംഗമാര്, അംഗങ്ങൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ നോക്കൂ, പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഈ 3 അംഗ സംഘത്തെ നയിച്ചത് പെത്തിക് ലോറൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ ചെയർമാൻ എന്ന് കൊടുത്തിരുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും, ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ആര്, അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷനെ നയിച്ചതാര് എന്ന് ചോദിച്ചാൽ പെത്തിക് ലോറൻസ് എന്ന് തന്നെ പറയണം. പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ വേർ ദി മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ. ഇനി നോക്കൂ, ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി.
അദ്ദേഹത്തെക്കുറിച്ച് വേറൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ക്ലമന്റ് ആറ്റ്ലി, 1947. ഇത് 46, ഏതാണ്ട് ഒരേ കാലഘട്ടമല്ലേ? അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ക്യാബിനറ്റ് മിഷൻ എന്ന 3 അംഗ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ആര് തന്നെയാണ്? ക്ലമന്റ് ആറ്റ്ലി. എന്നാൽ മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന 3 അംഗ സംഘം ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. വേവൽ പ്രഭു, പേരുകൾ മറക്കരുത്. ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന തയ്യാറാക്കിയത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മിച്ചത് ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ആണല്ലോ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയതെന്നും പറഞ്ഞു. അതിന് എത്ര സമയമാണ് ഭരണഘടനാ നിർമ്മാണ സഭ എടുത്തത്? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ടൈം ടേക്കൺ ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ടു പ്രിപ്പയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി വന്ന സമയദൈർഘ്യം എത്ര? ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി വന്ന സമയദൈർഘ്യം എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയണം? 2 വർഷം 11 മാസം 17 ദിവസം. കൃത്യമായി പറയണം. 2 വർഷം 11 മാസം 17 ദിവസം. എങ്ങനെ ഇത് കിട്ടി? നോക്കൂ, 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. അതിപ്പോൾ നമ്മൾ പഠിക്കും. അതിൽ ഇതുവരെ പറഞ്ഞതിലും ഇനി പറയാൻ പോകുന്നതിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് ആണിത്. അത് നമ്മൾ പഠിക്കും. ഈ ദിവസം മുതൽ 1949 നവംബർ മാസം 26-ാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. അപ്പോൾ ഈ ദിവസം മുതൽ ഈ ദിവസം വരെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായതല്ലേ. 1946 ഡിസംബർ 9 മുതൽ 1949 നവംബർ 26 വരെ നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കൂ, എത്ര ദിവസം കിട്ടും? നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്ക് പറയാം, ഏതാണ്ട് 3 വർഷം കൊണ്ട് എന്ന് പറഞ്ഞുകൂടെ? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി വന്ന സമയം ഏതാണ്ട് 3 വർഷം എന്ന് പറഞ്ഞുകൂടെ? പറയാം, പക്ഷെ പറയരുത്. എന്തുകൊണ്ട്? ഏതാണ്ട് PSC എടുക്കൂല. നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയണം എത്ര? 2 വർഷവും 11 മാസവും 18 അല്ലെങ്കിൽ 17 ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ചില റാങ്ക് ഫയലുകളിലും ബുക്കിലുമൊക്കെ 17 പകരം 18 ദിവസം ഒന്ന് കിടക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് 1946 മാർച്ച് 23 24 പറയാമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 17 മാസമെന്നോ 17 ദിവസമെന്നോ 18 ദിവസമെന്നോ പറയാം. അതെന്താണ് കാരണം? വാസ്തവത്തിൽ 18 ദിവസമാണ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്. കാരണം ഇതിനിടയിൽ ഒരു ലീപ്പ് ഇയർ ഉണ്ടായിരുന്നു, അതിവർഷം. 1948 അതിവർഷമാണ്. അതിവർഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫെബ്രുവരിയിൽ ഒരു ദിവസവും കൂടെ കൂടൂലേ? അപ്പം 18 ദിവസമാണ് കൂടുതൽ ശരി. പക്ഷേ PSC പെട്ടെന്ന് ഇങ്ങനെ കണക്കൂട്ടിയാണ് ഡേറ്റ് ആൻസറായിട്ട് കൊടുക്കുന്നത്. 2 വർഷവും 11 മാസവും 17 ദിവസവും. അങ്ങനെ തന്നെ പഠിച്ചോളൂ. ഇനി 17 ഇല്ലെങ്കിൽ 18 വരും. നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കണേ. ഇനി 17 പഠിച്ചുകൊണ്ട് പോയിട്ട് 18 ദിവസം എന്ന് കിടക്കുമ്പോൾ ചിലർ എഴുതൂല, ക്വസ്റ്റ്യൻ തെറ്റാന്നൊക്കെ പറഞ്ഞു കളയും. നമുക്കങ്ങനെയാണ്. നമുക്ക് ആശയക്കുഴപ്പമുള്ളതും അറിഞ്ഞുകൂടാത്തതും എല്ലാം ക്വസ്റ്റ്യൻ തെറ്റാണ്. അങ്ങനെ കണക്കാക്കരുത് കേട്ടോ. അപ്പോൾ യുക്തിസഹമായ രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ച് എഴുതാൻ പഠിക്കണം. ക്ലിയർ അല്ലേ? ഇത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ്. അതിലേക്ക് നമ്മൾ പോവുകയാണ്. അത് എങ്ങനെ തയ്യാറാക്കി എന്നുള്ള വിവരത്തിലേക്ക് പോവുകയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രീവിയസ് ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് നോക്കൂ. ഒരു 10 ചോദ്യപേപ്പർ പരിശോധിച്ചാൽ ഒരു 6 ഈ ചോദ്യം കാണും. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ വിച്ച് ഡേ എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്.
ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ മാസം 9-ാം തീയതി. ഇത് മറക്കുകയേ ചെയ്യരുത്. എവിടെ വച്ച്? ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ച്. ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ച് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നു. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ പാർലമെന്റ് സെൻട്രൽ ഹാളുണ്ട്. പുതിയ മന്ദിരത്തിൽ ഇപ്പോൾ അതില്ല. പുതിയ മന്ദിരത്തിൽ വേറൊരു ഹാളുണ്ട്, അത് പഴയതിലില്ലായിരുന്നു. അതേത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള്, ഭരണഘടനാ ഹാള്. അത് നമ്മൾ പാർലമെന്റ് എടുക്കുമ്പോൾ വിശദീകരിച്ച് പഠിക്കാം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം പാർലമെന്റ് സെൻട്രൽ ഹാൾ, ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. 1946 ഡിസംബർ മാസം 9-ാം തീയതി. ക്ലിയർ അല്ലേ? നോക്കൂ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ വീട്ടിനടുത്തൊക്കെ നമ്മളൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒക്കെ തുടങ്ങിയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ആദ്യ സമ്മേളനം കൂടുമ്പോൾ തന്നെ അതിൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറിയും ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. പിന്നീടല്ലേ ഒഫീഷ്യൽ ബെയറേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും? പ്രസിഡൻ്റൊക്കെ ഉണ്ടെങ്കിൽ പ്രസിഡൻ്റ് ആയിരിക്കുമല്ലോ. പ്രസിഡന്റ് തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ ആരായിരിക്കും? സാധാരണ നമുക്കറിയാം, ഇതിനു വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച ഇച്ചിരി എൽഡർ മെമ്പർ, ഇച്ചിരി പ്രായമുള്ള ആളിനെ തൽക്കാലത്തേക്ക് നമ്മളൊരു ചെയർമാനാക്കി മാറ്റും, അധ്യക്ഷനാക്കി മാറ്റും. ഇതല്ലേ നാട്ടു നടപ്പ്? ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. 1946 ഡിസംബർ 9-ാം തീയതി ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടന്നപ്പോൾ അതിൽ ഒരാളെ അധ്യക്ഷനായി എല്ലാവരും കൂടി അംഗീകരിച്ചു, ഒരു എൽഡർ മെമ്പറിനെ, താൽക്കാലിക അധ്യക്ഷൻ. PSCയുടെ ചോദ്യ പേപ്പറിലെ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു ഞാൻ, ഇടക്കാല അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇടക്കാല അധ്യക്ഷനാര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ഇന്ററിം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ടെമ്പററി പ്രസിഡന്റ്, ഇന്ററിം പ്രസിഡന്റ്, സ്ഥിരം അധ്യക്ഷനല്ല. അദ്ദേഹം എത്ര കാലം പ്രസിഡൻ്റായിട്ട് തുടർന്നു? 2 ദിവസം. 1946 ഡിസംബർ 11-ാം തീയതി പെർമനന്റ് ചെയർമാനെ തിരഞ്ഞെടുക്കുകയാണ്, സ്ഥിര അധ്യക്ഷനെ തിരഞ്ഞെടുക്കുകയാണ്. അതാരാണ് സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുത്തത്? ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇടക്കാല അധ്യക്ഷനാര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നെ അദ്ദേഹം മാറിയിട്ടില്ല. 1949 നവംബർ 26-ന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവയ്ക്കുന്നത് വരെയും അദ്ദേഹം തന്നെയായിരുന്നു ചെയർമാൻ. ഇവിടെ ഒരു വലിയ അപകടമുണ്ട്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇടക്കാല അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ചോദ്യം വരുന്നത് എങ്ങനെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാര്? പോയി. നമ്മൾ അരമണിക്കൂർ കളയാൻ ആ ഒരൊറ്റ ചോദ്യം മതി. നമ്മളവിടെ പേനയൊക്കെ അടച്ചു വെച്ച് ഇരുന്ന് ആലോചിക്കും, PSC എന്താ ഉദ്ദേശിക്കുന്നത്? ഇടക്കാല അധ്യക്ഷനാണോ സ്ഥിരം അധ്യക്ഷനാണോ? ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. അധ്യക്ഷനെന്ന് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഒരു സംശയവും വേണ്ട. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാര് എന്ന് ചോദിച്ചാൽ സ്ഥിരം അധ്യക്ഷനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് തന്നെ ഉത്തരം പറയണം. സച്ചിദാനന്ദ സിൻഹയാണ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇടക്കാല അധ്യക്ഷനെന്നോ താൽക്കാലിക അധ്യക്ഷനെന്നോ എടുത്തു ചോദിക്കുമായിരുന്നു. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ, അതാണ് അധ്യക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. അതാരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇടക്കാല അധ്യക്ഷനും സ്ഥിരം അധ്യക്ഷനുമായി, അല്ലെങ്കിൽ അധ്യക്ഷൻ ആരൊക്കെ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഇടക്കാല അധ്യക്ഷൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷൻ. ഇനി നോക്കൂ, 2 ഉപാധ്യക്ഷന്മാർ കൂടി ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് 2 ഉപാധ്യക്ഷന്മാരെ കൂടെ തിരഞ്ഞെടുത്തു. അതാരൊക്കെയാണ്? HC മുഖർജി, VT കൃഷ്ണമാചാരി. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴൊക്കെ ആൻസറായി കൊടുക്കുന്നത് HC മുഖർജിയാണ്. VT കൃഷ്ണമാചാരി വലുതായിട്ട്
ചോദിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് അത് ഉപേക്ഷിച്ച് പോകരുത്. നിങ്ങൾ ചെല്ലുമ്പോൾ താഴെ പറയുന്നവരിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വരും, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനാര് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം VT കൃഷ്ണമാചാരി മാത്രമേ ഓപ്ഷനിൽ വരുള്ളൂ എന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ രണ്ടും പഠിച്ചു വെച്ചുകൊള്ളുക. VT കൃഷ്ണമാചാരിയാണ്, വേറൊരു TT കൃഷ്ണമാചാരി വരാൻ പോവുകയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയൊക്കെ പഠിക്കുമ്പോൾ അതിലൊരു അംഗമാണ് TT കൃഷ്ണമാചാരി. കൺഫ്യൂസ്ഡ് ആകരുത്, VT കൃഷ്ണമാചാരി എന്ന് തന്നെ പഠിക്കണം. HC മുഖർജി, VT കൃഷ്ണമാചാരി, പേരുകൾ കൂടി വരുന്നു. സച്ചിദാനന്ദ സിൻഹ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, HC മുഖർജി, VT കൃഷ്ണമാചാരി, 4 പേരായില്ലേ. ഇനി ഞാൻ ഒരാളുടെ കാര്യം കൂടി ചോദിക്കുന്നു. JB കൃപലാനി ആരാണെന്ന് കൂടെ ഒന്ന് പഠിക്കണം. JB കൃപലാനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ അസംബ്ലിയുമായി ബന്ധപ്പെട്ട ആദ്യ പോയിന്റ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തി, ദി പേഴ്സൺ ഹൂ അഡ്രസ്ഡ് ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇത് പലരും ആശയക്കുഴപ്പത്തിലേക്ക് പോകും. പലരും എന്താണെന്നറിയാമോ, ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സച്ചിദാനന്ദ സിൻഹ, അതാണ് മനസ്സിൽ കിടക്കുന്നത്. ഇത് അധ്യക്ഷത വഹിച്ചതല്ല. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തിയാണ്. അഭിസംബോധന ചെയ്തത് JB കൃപലാനി, ആചാര്യ JB കൃപലാനി. മറക്കരുത്, കൃപലാനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 4 പ്രീവിയസ് ചോദ്യം നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്, പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇങ്ങനെ കൊടുക്കുന്നത്. നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രീവിയസ് ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നത്. അതുകൂടെ പഠിച്ച് നിങ്ങൾ പോകാൻ ശ്രമിച്ച് നോക്കൂ, 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവില്ല, ഉറപ്പ്. JB കൃപലാനിയെക്കുറിച്ച് ഇത്രയും ഓർക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തി. 1 പോയിന്റ് കിട്ടിയില്ലേ? അടുത്ത് നോക്കൂ, മൗലികാവകാശ ഉപസമിതി ചെയർമാൻ ഓഫ് ദി സബ് കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. പക്ഷെ മൗലികാവകാശ കമ്മിറ്റിക്ക് ഒരു ഉപകമ്മിറ്റി ഉണ്ടായിരുന്നു, ഉപസമിതി. അതിൻ്റെ ചെയർമാനാണ് ആര്? JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ കമ്മിറ്റികളൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു ക്ലാസ്സിൽ കമ്മിറ്റികൾ പഠിക്കും, അപ്പോൾ വിശദീകരിച്ച് പഠിക്കാം. നോക്കൂ, മൗലികാവകാശ ഉപസമിതി കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി. കൃപലാനിയെക്കുറിച്ച് 2 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? 3ാമത്തത് പ്രീവിയസ് ചോദ്യം തന്നെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. ഏത് സമയം? 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. അടുത്ത നോക്കൂ, വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. 1963 ആ സംഭവം നടന്നത്. അതുകൂടി നിങ്ങൾ ഓർമ്മിക്കുക. 1900 ആ ഡേറ്റ് കൂടെ ഞാൻ ഇട്ടേക്കാം. 1963 ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായിട്ടൊരു നോൺ കോൺഫിഡൻസ് മോഷൻ, ദി ഫസ്റ്റ് നോൺ കോൺഫിഡൻസ് മോഷൻ in the Parliament of India was introduced by JB കൃപലാനി against നെഹ്റു ഗവൺമെൻറ്. നെഹ്റു ഗവൺമെൻറ്റിനെതിരെയാണ്. നിങ്ങൾക്കപ്പോൾ ഒരു ആശയക്കുഴപ്പം വരാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നയാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭയ്ക്കെതിരെ, നെഹ്റു നയിക്കുന്ന മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇടയ്ക്ക് കോൺഗ്രസ് പാർട്ടി വിട്ടുപോയി, പിന്നെ സ്വതന്ത്രനായിട്ടൊരു ബൈ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് വന്ന വരവിലാണ് ജവഹർലാൽ നെഹ്റു നയിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയം പാസ്സായില്ല. അത് നിങ്ങൾക്കറിയാം. അന്ന് കോൺഗ്രസ് എന്നൊരു പാർട്ടിയല്ലേ ഉള്ളൂ ഇന്ത്യയിൽ. നമ്മുടെ പ്രതിപക്ഷങ്ങളൊക്കെ നെഗ്ലിജിബിളാണ്, വളരെ ചെറിയ അളവിലല്ലേ ഉള്ളൂ, അതുകൊണ്ട് വിജയിക്കൂല. എന്നാലും പ്രമേയം അവതരിപ്പിച്ചു, പ്രമേയം പരാജയപ്പെട്ടു. പക്ഷേ ഈ ചോദ്യം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി JB കൃപലാനി. അതിനൊരു മറുപുറവും കൂടെ മനസ്സിൽ വെച്ചുകൊള്ളുക. പ്രീവിയസ് ചോദ്യമാണ്. അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. അങ്ങനെ കൂടെ ഓർമ്മിച്ചോളൂ കേട്ടോ. 1963 മറക്കാതിരിക്കുക. അപ്പോൾ JB കൃപലാനിയെക്കുറിച്ചുള്ള 4 പോയിന്റുകൾ കൃത്യമായി കിട്ടിയില്ലേ? ദി ഫസ്റ്റ് പേഴ്സൺ ഹൂ അഡ്രസ്ഡ് ദി
കോൺസ്റ്റിറ്റ്വൻ്റ് അല്ലെങ്കിൽ ദി പേഴ്സൺ ഹൂ അഡ്രസ് ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലി. ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ചെയർമാൻ, മൗലികാവകാശ ഉപസമിതി ചെയർമാൻ, സബ് കമ്മിറ്റി ചെയർമാൻ ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പിന്നെ പറയുന്നത് ഹി വാസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ്. അടുത്ത് പറഞ്ഞത് ദി പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ് നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻ ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? നമ്മുടെ JB കൃപലാനിയാണ്. ക്ലിയർ അല്ലേ? ഇനി ഒരാളെ കുറിച്ചുകൂടി നിങ്ങൾ പഠിക്കണം. അതുകൂടെ പഠിച്ച് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കാം. ആരെക്കുറിച്ച്? BN റാവു. അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് BN റാവുവിനെ കുറിച്ച്. BN റാവുവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമോപദേഷ്ടാവ്, ലീഗൽ അഡ്വൈസർ ഓഫ് കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലി. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കൊരു ഒരു നിയമോപദേഷ്ടാവ് ഉണ്ടായിരുന്നു, നിയമകാര്യങ്ങളിലെല്ലാം ഉപദേശം കൊടുക്കുന്നത്. അത് BN റാവു വലിയ നിയമപണ്ഡിതനാണ്. അതുകൊണ്ടാണ് അടുത്തൊരു പ്രീവിയസ് ചോദ്യം ഞാൻ ബോധപൂർവം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ പഠിക്കണം. അതെന്താണ്? നമ്മുടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. നിങ്ങൾക്കറിയാം, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരാളെ നാമനിർദ്ദേശം ചെയ്യണമെങ്കിൽ അയാളുടെ നിയമപാണ്ഡിത്യം എത്രത്തോളം വലുതായിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഇദ്ദേഹം തന്നെയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനും BN റാവു ആയിരുന്നു. ഇനി നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ വ്യക്തി. അവിടെ തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, കരടു ഭരണഘടനാ കമ്മിറ്റി അഥവാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അംബേദ്കറുടെ നേതൃത്വത്തിൽ. നമ്മൾ ഇനി പഠിക്കും. പക്ഷേ ആ കരട് തയ്യാറാക്കുമ്പോഴൊക്കെ അതിന് വേണ്ട നിയമോപദേശം നൽകി ആ കരടിനൊരു നല്ല ഷേപ്പ് കൊടുത്തത്, നിയമപരമായ ഒരു ഷേപ്പ് കൊടുത്ത ആളാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ വ്യക്തിയെന്ന് ഉദ്ദേശിക്കുന്നത്. ആരാണ്? BN റാവു. ഇനി നോക്കാം, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചതും BN റാവുവാണ്. ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു പിന്നെ നമ്മൾ പഠിക്കും. പക്ഷേ ഇങ്ങനൊരു ആമുഖം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചതും BN റാവുവാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നന്നായി മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് ഡേറ്റുകൾ, കുറച്ച് വ്യക്തികളുടെ പേര് മാത്രം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നോക്കൂ, ഭരണഘടനാ നിർമ്മാണ സഭ പഠിക്കുമ്പോൾ നിലവിൽ വന്നത് 1946 ഡിസംബർ 6. ഒരു ഡേറ്റ് കിട്ടി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാനായി തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. ആ 3 ഡേറ്റുകൾ ഒരു കാരണവശാലും മറക്കരുത്. ആദ്യ സമ്മേളനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇടക്കാല അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും അതുപോലെ തന്നെ VT കൃഷ്ണമാചാരിയും, ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഇത്രയും പേരുകൾ, ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. സുഹൃത്തുക്കളെ, വളരെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുക. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന ക്ലാസ്സിൽ 2-3 ക്ലാസ്സുകളായിട്ടാണ് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവസാന ക്ലാസ്സിൽ ഡേറ്റുകളെല്ലാം കൂടെ ചേർത്തൊരു ചാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. തീർച്ചയായിട്ടും അത് വളരെയധികം പ്രയോജനപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന മാസ്റ്റർ മൈൻഡിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് വിജയമുണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.